നമസ്കാരം, യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, IP ക്യാമറയെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ HD ക്യാമറയും IP ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു HD ക്യാമറ ഉപയോഗിച്ച് ഇൻസ്റ്റലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് BNC എല്ലാം കണക്ട് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീനിൽ വ്യൂ വരാറുണ്ട്. എന്നാൽ IP ക്യാമറയെ സംബന്ധിച്ചിടത്തോളം അത് IP ബേസ്ഡ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഒരു NVRൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരില്ല, വ്യൂ വരില്ല. അവിടെ നമ്മൾ ഓരോ ക്യാമറയും കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. ഒരു തവണത്തേക്ക്, ഒരു ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ ഒരു തവണത്തേക്ക് നമ്മൾ വ്യൂ കോൺഫിഗർ ചെയ്ത് കൊടുത്താൽ മാത്രമേ IP ക്യാമറയിൽ NVRൽ വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആ കോൺഫിഗറേഷനാണ് പലർക്കും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ കോൺഫിഗറേഷൻ ശരിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. കാരണം നമുക്ക് പലർക്കും അതിൻ്റെ ലോജിക്ക് അറിയില്ല, എങ്ങനെയാണ് ഈ ക്യാമറ ഇതിനകത്ത് കോൺഫിഗർ ചെയ്യുന്നതെന്നുള്ള ലോജിക്ക് അറിയില്ല. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു ലൈവ് IP ക്യാമറ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നുള്ള ഒരു ലൈവ് വീഡിയോ ക്ലിപ്പ് ഇതിൻ്റെ അവസാനം ഞാൻ ആഡ് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് IP ക്യാമറയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു DVR ഓൺലൈൻ ആക്കുന്ന മെത്തേഡ്, ഒരു മൊബൈൽ കോൺഫിഗറേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് ചെയ്യാൻ കഴിയുന്ന ആൾക്ക് IP ക്യാമറയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കമ്പനി അതിനെ എളുപ്പം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് DHCP എനേബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ DVRൽ ഏത് ബ്രാൻഡാണെങ്കിലും ഇൻസ്റ്റലേഷൻ എല്ലാം കഴിയുന്നു, ഒരു ലാൻ കേബിൾ എടുത്ത് DVRലോട്ട് കണക്ട് ചെയ്യുന്നു, നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോകുന്നു, DHCP എനേബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. DHCP എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DVR ഓൺലൈൻ ആയിട്ടുണ്ടാവും. കാരണം DVRന് ഒരു IP അഡ്രസ്സ് ഉണ്ട്, IP ക്യാമറയിലും ഒരു IP അഡ്രസ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ DHCP എനേബിൾ ആകുമ്പോൾ ഒരു DVRൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമ്മൾ ആരും നോട്ടീസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് IP ക്യാമറയുടെ കോൺഫിഗറേഷനെ കുറിച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. ഒരു DVR നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ IP അഡ്രസ്സിൽ ഉണ്ടാകുന്ന മാറ്റം. നമ്മൾ ഈ DHCP കോൺഫിഗർ ചെയ്യുമ്പോൾ അതിൻ്റെ IP അഡ്രസ്സിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, അതിൻ്റെ സബ്നെറ്റ് മാസ്കിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, അതിൻ്റെ ഗേറ്റ് വേയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, ഇനിയിപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ DNS സെർവർ, DNS സെർവർ, പ്രിഫേർഡ് DNSഉം ഓൾട്ടർനേറ്റ് DNSഉം, ഇത്രയും കാര്യങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ DVR ഓൺലൈൻ ആകുന്നത്. അപ്പോൾ നമ്മൾ DHCP എനേബിൾ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളും DVR ഏത് റൗട്ടറിലാണോ കണക്ട് ചെയ്യുന്നത് അതിലോട്ടൊരു റിക്വസ്റ്റ് കൊടുക്കുകയും റൗട്ടർ തിരിച്ച് ആ നെറ്റ്വർക്കിൽ ഇതുവരെയും കണക്ട് ചെയ്യാത്ത ഒരു IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും ഗേറ്റ്വേയും ഇതിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ DVR ഓൺലൈൻ ആകുന്നത്. ഇവിടെ ഒരു 32 ചാനൽ DVRൽ ഒരു IP അഡ്രസ്സാണ് വേണ്ടത്. എന്നാൽ IP ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഓരോ ക്യാമറയ്ക്കകത്തും IP അഡ്രസ്സ് ഉണ്ടാവും. HD ക്യാമറയിലാണെങ്കിൽ 32 ചാനൽ DVR ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു IP അഡ്രസ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയാവും. എന്നാൽ IP ക്യാമറ ആകുമ്പോഴത്തേക്കും ഒരു 4 ചാനൽ NVR ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് 5 IP അഡ്രസ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. 4 IP അഡ്രസ്സ് IP ക്യാമറയ്ക്കും ഒരു IP അഡ്രസ്സ് NVRനും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ IP ക്യാമറ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഡിവൈസുകളുടെയും IP അഡ്രസ്സ് സെയിം സീരീസിലായിരിക്കും. ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിലുള്ള എല്ലാ ഡിവൈസുകളുടെയും IP അഡ്രസ്സ് സെയിം സീരീസിലായിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഡിവൈസുകളുടെയും സബ്നെറ്റ് മാസ്കും ഗേറ്റ്വേയും സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു 5 ക്യാമറ ഉണ്ടെങ്കിൽ 5 ക്യാമറയുടെയും സബ്നെറ്റ് മാസ്കും ഗേറ്റ്വേ എന്തായിരിക്കും, സെയിം ആയിരിക്കും. IP അഡ്രസ്സ് സെയിം സീരീസ് ആയിരിക്കും. അപ്പോൾ സീരീസ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ സെയിം സീരീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഒരു IP അഡ്രസ്സ് 192.168.1.100 എന്ന് പറയുന്നത് ഒരു IP അഡ്രസ്സാണ്. ഇതിൻ്റെ സെയിം സീരീസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 സെറ്റ് നമ്പറും സെയിം ആയിരിക്കും.
അവസാനത്തെ സെറ്റ് നമ്പർ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഉദാഹരണമായിട്ട് 192.168.1. നമ്മൾ നേരത്തെ പറഞ്ഞത് 100 ആണ്. അപ്പോൾ ഇവിടെ 101 ആയിരിക്കും, അത് 102 ആയിരിക്കും, അടുത്തത് 103 ആയിരിക്കും. ബാക്കി സീരീസ് എല്ലാം സെയിം ആയിരിക്കും. ഈ സീരീസ് നമുക്ക് എത്ര വരെ കൊണ്ടുപോകാം? 0 മുതൽ 255 വരെ നമുക്കിതിനെ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഒരു NVR ഇൻസ്റ്റലേഷന് നമ്മൾ പോകുമ്പോൾ അവിടെ മൊബൈൽ വ്യൂ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടെ ആ NVRനെ മൊബൈലുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ നെറ്റ്വർക്കിൽ അവിടെയുള്ള IP അഡ്രസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അവിടുത്തെ IP അഡ്രസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിനെന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ പോയിട്ട് അതിൻ്റെ കൺട്രോൾ പാനലിലെ നെറ്റ്വർക്ക് ഷെയറിംഗ് സെൻറ്ററിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ പോയി ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ IP അഡ്രസ്സ് എന്താണെന്ന് അറിയാൻ പറ്റും. ആ IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും ഗേറ്റ്വേയും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? IP ക്യാമറ കോൺഫിഗർ ചെയ്യാനുള്ളത്. 2 രീതിയിൽ നമുക്ക് IP ക്യാമറയുടെ IP ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു കമ്പനി ക്യാമറ ഇറക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാ ക്യാമറയുടെയും IP അഡ്രസ്സ് സെയിം ആയിരിക്കും. നെറ്റ്വർക്ക് പ്രോട്ടോകോൾ പ്രകാരം ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിലുള്ള IP അഡ്രസ്സ് കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ഹാങ് ആവും. അത് IP കോൺഫ്ലിക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഒരുപോലെയുള്ള 2 IP അഡ്രസ്സ് ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ ആ എൻ്റയർ നെറ്റ്വർക്കും കോൺഫ്ലിക്റ്റ് ആയിട്ട് ആ സിസ്റ്റം തന്നെ ഹാങ് ആയി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 രീതിയിലാണ് IP അഡ്രസ്സ് മാറ്റാൻ കഴിയുക. ഇപ്പോൾ അതാത് ബ്രാൻഡിന് IP ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ IP ഫൈൻഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ IP മാറ്റാം. പക്ഷേ IP ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളെന്ന് പറയുന്നത്, എല്ലാ ക്യാമറയുടെയും സബ്നെറ്റ് മാസ്ക് സെയിം ആയിരിക്കണം, എല്ലാ ക്യാമറയുടെയും ഗേറ്റ് വേ സെയിം ആയിരിക്കണം, എല്ലാ ക്യാമറയും സെയിം സീരീസിലായിരിക്കണം, എന്നാൽ ഡിഫറെൻ്റ് IP ആയിരിക്കണം. അവിടെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. എല്ലാ ക്യാമറയുടെയും IP അഡ്രസ്സ് സെയിം സീരീസിലായിരിക്കണം, എന്നാൽ അത് ഡിഫറെൻ്റ് IP ആയിരിക്കണം. ഉദാഹരണത്തിന് ഒന്നുകൂടെ പറയാം, 192.168.1.100 എന്നാണ് നമ്മൾ ഒരു ക്യാമറയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അടുത്ത ക്യാമറയുടെ IP 192.168.1.101 എന്ന് വേണം കൊടുക്കാനുള്ളത്. നമ്മൾ ഈ ക്യാമറ എല്ലാം വാങ്ങുന്ന സമയത്ത് എല്ലാ ക്യാമറയുടെ IP അഡ്രസ്സ് ഒരുപോലെ ഇരിക്കും. അതിനെ നമ്മൾ എഡിറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ NVRൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് IP ക്യാമറയുടെ IP എഡിറ്റ് ചെയ്യാൻ കഴിയും. NVRൽ ഒരു കാരണവശാലും ഓട്ടോ കോൺഫിഗറേഷൻ കൊടുക്കാതിരിക്കുക. ഓട്ടോ കോൺഫിഗറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ക്യാമറയുടെ പാസ്വേഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാനുവലി തന്നെ ഓരോ ക്യാമറയുടെയും IP അഡ്രസ്സ് എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ NVRും DVRും തമ്മിൽ ക്യാമറ ആഡ് ചെയ്യുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സെറ്റിങ്സും നിങ്ങൾ DVRൽ കാണുന്ന അതേ സെറ്റിങ്സ് തന്നെയാണ് NVRലും ഉള്ളത്. വൺസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിലാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നല്ല എളുപ്പമാണ്. സർവീസ് എളുപ്പമാണ്, മെയിൻ്റനൻസ് എളുപ്പമാണ്, ഇൻസ്റ്റലേഷൻ എളുപ്പമാണ്. എല്ലാ ക്വാളിറ്റി HD-യെക്കാളും ക്വാളിറ്റി ഉണ്ടാവും IP ക്യാമറയ്ക്ക്. അപ്പോൾ എല്ലാത്തിലും വ്യത്യസ്തമാണ് IP ക്യാമറ. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ കൊടുക്കുന്ന ക്യാമറയുടെ IP അഡ്രസ്സ് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാനൊരു ലൈവ് പ്രാക്ടിക്കലിലൂടെ ഇടുന്നുണ്ട്. നിങ്ങളത് കാണുക, കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഒരു NVRൽ എങ്ങനെയാണ് IP ക്യാമറ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അതിനാദ്യം ഇവിടെ ചെയ്യുന്നത് നോക്കുക. മെനു ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാകും. അതെന്താണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം മെയിൻ മെനുവാണ് ഈ കാണുന്നത്. അതിൽ നെറ്റ്വർക്ക് സെറ്റപ്പിൽ പോവുക. അപ്പോൾ NVRൻ്റെ IP അഡ്രസ്സ് എന്താണെന്നുള്ളതും സബ്നെറ്റ് മാസ്ക് എന്താണെന്നും ഗേറ്റ് വേ എന്താണെന്നും കാണാൻ കഴിയും. അതിനുശേഷം അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. എന്നിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം മെനുവിൽ ക്യാമറ സെറ്റിങ്സിൽ ആഡ് IP ക്യാമറ എന്നുള്ള സെറ്റിങ്സ് എടുക്കുക. ഈ മുകളിൽ കാണുന്ന ലിസ്റ്റ് കണ്ടോ? ആ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു IP അഡ്രസ്സ് സെലക്ട് ചെയ്യുക.
അതിനുശേഷം ക്യാമറയുടെ പാസ്വേഡ് കൊടുക്കുക. ക്യാമറയുടെ പാസ്വേഡ് പുതിയ പാസ്വേഡാണ്, നമ്മളാണ് അസൈൻ ചെയ്യുന്നത്. ആ പാസ്വേഡ് കൊടുക്കുക. കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഇമെയിൽ നോട്ടിഫിക്കേഷൻ വേണമെന്നുള്ളതാണ്, അത് ഡിസേബിൾ ചെയ്തു. ഇതാക്കണ്ടോ, ഇവിടെയാണ് നമ്മൾ IP അഡ്രസ്സ് മാറ്റുന്നത്. നമുക്ക് ഏത് IP ആണോ മാറ്റാനുള്ളത് അവിടെ IP അഡ്രസ്സും മാറ്റണം. സബ്നെറ്റ് മാസ്കും ഗേറ്റ്വേയും സെയിം ആണെങ്കിൽ ഗേറ്റ്വേ ചേഞ്ച് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ മെസ്സേജ് കാണാൻ പറ്റും, IP ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ NVR ഉപയോഗിച്ചുകൊണ്ട് IP മാറ്റുന്നത്. ആ IP നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ കൊടുത്ത IP സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത IP അഡ്രസ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത IP നോക്കുവാണ്. IP ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ IP അഡ്രസ്സിന് ഇവിടെ കാണാൻ പറ്റി. സെലക്ട് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, താഴേക്ക് വന്നിട്ടുണ്ട്. താഴെ വന്നിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക. കണ്ടോ, മേളിലോട്ടുള്ളതെല്ലാം ഗ്രീൻ കളറിലും നമ്മളിപ്പോൾ ആഡ് ചെയ്തത് റെഡ് കളറിലും കിടക്കുവാണ്. അപ്പോൾ ക്യാമറ നോർമലി താഴേക്ക് ആഡ് ആകുമ്പോൾ ഡിഫോൾട്ട് പാസ്വേഡിലാണ് പോകുന്നത്. അഡ്മിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതാണോ ഡിഫോൾട്ട് പാസ്വേഡ് അതിലോട്ടാണ് പോകുന്നത്. നമ്മൾ കൊടുത്ത പാസ്വേഡ് വേറെ ആയതുകൊണ്ട് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെന്താ, ആ റെഡ് കളറിൽ നിന്ന് ഗ്രീൻ കളറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ക്യാമറ ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ക്യാമറ നമ്മൾ എളുപ്പത്തിൽ ആഡ് ചെയ്യുന്നത്. IP ക്യാമറയുടെ കോൺഫിഗറേഷൻ ഒരു ലൈവ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്, ഞാനൊരു പ്രോജക്റ്റ് സൈറ്റിൽ ഇരുന്നുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത്. അപ്പോൾ ഒത്തിരി IP ക്യാമറാസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ IP ക്യാമറയുടെ വീഡിയോസിനെ കുറിച്ചിട്ട് ചോദിച്ചതുകൊണ്ടാണ് കുറേ വീഡിയോസ് പെൻഡിങ് ആക്കിയിട്ട് ഇപ്പോൾ തന്നെ IP ക്യാമറയുടെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അല്ലാതെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കും നമ്മൾ IP ക്യാമറയുടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഓൺലൈനിലും ഓഫ്ലൈനിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ക്ലാസ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.